നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കനത്ത മഴയ്ക്കു ശേഷം ആദ്യ പ്രവൃത്തി ദിനത്തിൽ ദുബായിലും ഷാർജയിലും വൻ ഗതാഗത കുരുക്ക്. ഷാർജയിൽ കഴിഞ്ഞ ഒരാഴ്ച റിപ്പോർട്ട് ചെയ്യപ്പെട്ട എല്ലാ ഗതാഗത നിയമലംഘനങ്ങളും റദ്ദാക്കുമെന്ന് പോലീസ് അറിയിച്ചു. രാജ്യത്ത് മഴ ശമിച്ചെങ്കിലും ഷാർജയിലും അജ്മാനിലും വെള്ളക്കെട്ട് പൂർണ്ണമായും നീക്കാനായിട്ടില്ല. വലിയ ടാങ്കറുകൾ എത്തിച്ച് വെള്ളക്കെട്ട് നീക്കം ചെയ്യുന്ന നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അതിനിടെ മഴവെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ റോഡുകളിൽ വൻ ഗതാഗത കുരുക്കാണ് ഷാർജയിലും ദുബായിലും ഇന്ന് അനുഭവപ്പെട്ടത്. 4 മെട്രോ സ്റ്റേഷനുകൾ പ്രവർത്തനം ഇന്നും നിർത്തിവച്ചു. അതിനിടെ ന്യൂനമർദ്ദം നാശം വിതച്ച ദിവസങ്ങളിലെ ഗതാഗത നിയമലംഘനങ്ങളിൽ പിഴ ഒഴിവാക്കി നൽകുമെന്ന് ഷാർജ പോലീസ് അറിയിച്ചു. മഴയിൽ നാശം നേരിട്ട വാഹനങ്ങൾ ശരിയാക്കിയെടുക്കാനുള്ള സർട്ടിഫിക്കറ്റ് സൗജന്യമായി നൽകുമെന്നും ഷാർജ പോലീസ് കമാൻഡർ ഇൻ ചീഫ് ബ്രിഗേഡിയർ സെയ്ഫ് സാരി അൽ ജംസി പറഞ്ഞു. മഴക്കെടുതി അനുഭവിക്കുന്ന ഷാർജ നിവാസികൾക്ക് സഹായമെത്തിക്കാൻ സാമൂഹിക സേവന വകുപ്പ് അമൻ സേഫ്റ്റി സംരംഭത്തിന് തുടക്കമിട്ടിട്ടുണ്ട്. UAE അടിസ്ഥാന വികസന സൗകര്യങ്ങൾ പരിശോധിക്കുമെന്നും തീവ്ര കാലാവസ്ഥാ സംഭവങ്ങൾ നേരിടാൻ വേണ്ട നടപടികൾ എടുക്കുമെന്നും UAE ഊർജ്ജ അടിസ്ഥാന വികസന മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഹസൻ അൽ മൻസൂരി അറിയിച്ചു. ഫെഡറൽ റോഡുകൾക്കുണ്ടായ കേടുപാടുകൾ പരിഹരിക്കുന്നതിന് സംയോജിത പ്രവർത്തന പദ്ധതി തയ്യാറാക്കി റോഡുകളിലെ ഡ്രെയിനേജ് ശൃംഖലയുടെ തുടർച്ച ഉറപ്പാക്കാൻ നടപടികൾ കൈക്കൊള്ളുമെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം UAEയിൽ വെള്ളിയാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 24 ദുബായ്. UAEയിലെ ഫുട്ബോൾ ആരാധകരെ ആവേശത്തിലാക്കാൻ ജില്ലാതല ഫുട്ബോൾ മത്സരമായ കെഫ ഡിസ്ട്രിക്ട് ലീഗിന് ഈ മാസം 26-ന് തുടക്കമാകും. ദുബായ് ക്ലബ് ഫോർ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ ജെയിൻ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. ഫ്ലവേഴ്സാണ് മീഡിയ പാർട്ണർ. ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഫുട്ബോൾ എന്നാൽ മലയാളിക്ക് നെഞ്ചിലെറിഞ്ഞ വികാരമാണ്. ലോകത്ത് എവിടെ ഫുട്ബോൾ നടന്നാലും മലയാളി TV-യുടെ മുന്നിലുണ്ടാകും എന്ന് പറയുന്നത് വെറുതെയല്ല. ഈ പ്രവാസ ലോകത്തും സ്ഥിതി വ്യത്യസ്തമല്ല. ഇവിടെ ഗൾഫ് നാടുകളിലെ പ്രവാസി മലയാളികളുടെ ഫുട്ബോൾ ആരാധകരുടെ ഏറ്റവും വലിയ കൂട്ടായ്മയായ കെഫ, കേരള എക്സ്പാട്രിയേറ്റ്സ് ഫുട്ബോൾ അസോസിയേഷൻ, ഇപ്പോൾ UAEയിൽ ഒരു വലിയ ടൂർണമെന്റ് നടത്താൻ ഒരുങ്ങുകയാണ്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ജില്ലകളിലെയും ഫുട്ബോൾ ആരാധകരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ജില്ലകൾ തമ്മിലുള്ള ഒരു വാശിയേറിയ പോരാട്ടം. ഇത്തരത്തിലൊന്ന് ഗൾഫിന്റെ ചരിത്രത്തിൽ തന്നെ UAEയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് നടക്കുന്നത്. അതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇവിടെയുള്ള പ്രവാസി മലയാളികൾ എല്ലാവരും. എൻ്റെ ചുറ്റും കാണുന്നവരാണ് ഇതിൻ്റെ സംഘാടകർ. കെഫയാണ് നമ്മോടൊപ്പം ഉള്ളത്. എപ്പോഴാണ് ഈ ഒരു മത്സരം തുടങ്ങുന്നത്? എന്തായി അതിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ എവിടെ എത്തി? ഏപ്രിൽ 26-നാണ് കേരള എക്സ്പാറ്റ് ഫുട്ബോൾ അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ ജില്ലകൾ തമ്മിലുള്ള മത്സരം. അതായത് ജില്ലക്കാർ മാത്രം പങ്കെടുത്തുകൊണ്ടുള്ള ഈ മത്സരം സംഘടിപ്പിക്കുന്നത് 26 മുതൽ മെയ് 5 വരെയാണ്. മെയ് 5-നായിരിക്കും അതിൻ്റെ ഫൈനൽ നടക്കുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മത്സരത്തിൻ്റെ ഒരു മത്സരക്രമം എങ്ങനെയാണ്? ഇതിലുള്ള ആളുകളെ എങ്ങനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്? ഈ ജില്ലകളിലെ ടീമംഗങ്ങൾ എങ്ങനെ തിരഞ്ഞെടുത്തത്? എങ്ങനെയൊക്കെ അതിൻ്റെ പ്രോസസ്സൊക്കെ എവിടെ എത്തി? പറയാം. ആക്ച്വലി കെഫെ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 120ഓളം ഫുട്ബോൾ കൂട്ടായ്മകളുടെ ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വ്യത്യസ്ത ജില്ലകളിൽപ്പെട്ട ഒത്തിരി മെമ്പേഴ്സ് ഉൾക്കൊള്ളുന്ന വലിയൊരു സംഘടനയാണ് കെഫെ. ഇതിൽ നിന്ന് ജില്ലകളെ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ മലപ്പുറത്തിന് വേണ്ടി മലപ്പുറം ജില്ലാ അസോസിയേഷനുകളും, അതുപോലെ പാലക്കാടിന് വേണ്ടി പാലക്കാട് ജില്ലാ അസോസിയേഷൻ, തിരുവനന്തപുരത്തിന് വേണ്ടി തിരുവനന്തപുരം ജില്ലാ അസോസിയേഷൻ, അതുപോലെ തന്നെ കോഴിക്കോടിന് വേണ്ടിയും മറ്റു എല്ലാ ജില്ലകൾക്ക് വേണ്ടിയും അവരുടേതായ അസോസിയേഷനുകൾ നിലവിലുണ്ട്. ഈ ജില്ലകളെയാണ് ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതാത് ജില്ലക്കാർ മാത്രമാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഇതിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ എവിടെ എത്തി? ഏത് രീതിയിലാണ് ആ ഒരു കാര്യങ്ങളൊക്കെ? ഓൾറെഡി നമ്മളെല്ലാ ഗ്രൗണ്ടും എല്ലാം സെറ്റാണ്. മറ്റ് റഫറീസും ഒഫീഷ്യൽസ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാണ്. ടീമുകളും ആ രീതിയിൽ വളരെ അവരുടെ പ്രാക്ടീസും അവരുടെ ടീം സ്ക്വാഡ് ഡെവലപ്മെൻറ്റും, അതുപോലെ തന്നെ നമ്മൾ ഈ ടൂർണമെൻറ്റിൽ ഗസ്റ്റ് പ്ലെയേഴ്സ് ഓപ്ഷൻ ഉണ്ട്. അതായത് നാട്ടിൽ സന്തോഷ് ട്രോഫി, ISL, I ലീഗ് പ്ലെയേഴ്സ് എല്ലാ അതാത് ജില്ലകളിലെ ആളുകൾക്ക് അവരെ കൊണ്ടുവരാം, 5 പേരെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടും ഓൾമോസ്റ്റ് എല്ലാ ടീമുകളും അത്തരത്തിലുള്ള റെപ്രസെൻറ്റേഷൻ കൂടി ഇവിടെ ഉണ്ടാവും. ഇവിടുത്തെ ആൾക്കാർ മാത്രമല്ല, സെലിബ്രിറ്റീസ് ആയിട്ടുള്ള എല്ലാ ജില്ലാ ISL പ്ലെയേഴ്സ്, I ലീഗ് പ്ലെയേഴ്സും ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റേതായ പ്രിപ്പറേഷൻസും എല്ലാ ജില്ലകളും ചെയ്യുന്നുണ്ട്. ഈ മത്സരത്തിലെ സമ്മാനം ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പ്രൈസ് മണി തീർച്ചയായും പ്രൈസ് മണി ഉണ്ട്. നമ്മളൊരു 20,000-ഓളം ദിർഹംസ് പ്രൈസ് മണി ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ട്രോഫി, പ്രൈസ് മണി എല്ലാം ഉണ്ട്. പ്രധാനമായിട്ടും ഇതിൽ പങ്കെടുക്കുന്നതിൽ ഭൂരിഭാഗം ഇവിടെയുള്ള പ്രവാസികൾ തന്നെയല്ലേ? ഭൂരിഭാഗം പ്രവാസികൾ ഇവിടെ ക്ലബ്ബുകളിൽ കളിക്കുന്ന, ഞങ്ങൾ അണ്ടർ തന്നെ നടക്കുന്ന ടൂർണമെൻറ്റുകളിൽ കളിക്കുന്ന പ്ലെയേഴ്സ് തന്നെയാണ്. അവർ അതാത് ജില്ലകൾക്ക് വേണ്ടിയിട്ട്, ജില്ലാ ടൂർണമെൻ്റ് ആയതുകൊണ്ട് അതാത് ജില്ലകൾക്ക് വേണ്ടിയിട്ട് മാറ്റിയെടുക്കുന്നതാണ്. ഇതിൻ്റെ ഒരു മത്സരം 26-ാം തീയതി മുതൽ മത്സരം അവസാനിക്കുന്നവരുള്ള ആ ഒരു ചാർട്ട് ഏത് രീതിയിലാണ്? 26-ാം തീയതി മുതൽ മെയ് 5-ാം തീയതി വരെ നമ്മൾ പറഞ്ഞ ഡേറ്റ് പറഞ്ഞത്. അതിൽ പിന്നെ ലീഗ് മത്സരങ്ങൾ ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ നേരെ സെമിയിലേക്കാണ്. ആ സെമിയിൽ നിന്ന് പിന്നെ കലാശ പോരാട്ടമാണ് മെയ് 5-ാം തീയതി. KDL നടക്കാൻ പോകുന്നത് ഗിസൈസിൽ വെച്ചിട്ടാണ്. നമ്മുടെ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ ക്ലബിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. 9:30 മുതൽ 12:30 വരെ. ചില ദിവസങ്ങളിൽ 3 കളികളായിട്ടും മറ്റ് ചില ദിവസങ്ങളിൽ 2 കളികളായിട്ടാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക്
കാണികൾക്ക് ഫ്രീ എൻട്രി ആയിട്ടാണ് നമ്മൾ ഈ ടൂർണമെൻറ്റ് നടത്തുന്നത്. നമ്മളെ ലുലു മാളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ സ്റ്റേഡിയം ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും എത്തിപ്പെടാനും മറ്റു കാര്യങ്ങൾക്കും വളരെ എളുപ്പമുള്ള സ്ഥലമാണ്. അപ്പോൾ എല്ലാവരെയും ഒന്നുകൂടെ ക്ഷണിക്കുകയാണ് നമ്മുടെ ഈ ടൂർണമെൻറ്റിലേക്ക്. എന്തായാലും വലിയ വാശിയേറിയ പോരാട്ടം തന്നെയായിരിക്കും ഈ ഒരു മാസം അവസാനം നടക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ചുറ്റും ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്ന വിവിധ ജില്ലകളുടെ താരങ്ങൾ എല്ലാവരും തന്നെയുണ്ട്. എത്രത്തോളം പ്രതീക്ഷയിലാണ് പങ്കെടുക്കുന്നത്? ഏത് ജില്ലയുടെ ആളാണ്? ഞാൻ കാസർഗോഡ് ജില്ല ഫുട്ബോൾ അസോസിയേഷൻ രൂപീകരിച്ചതിന് ശേഷമുള്ള ഫസ്റ്റ് ടൂർണമെൻറ്റാണ് ഇത് 11th. ഇതിനു മുമ്പ് നടന്ന 2 ഫൈനലിൽ കാസർഗോഡ് ജില്ലയെ അഭിമുഖീകരിച്ച് കളിച്ച 2 ഫൈനൽ കളിച്ച ഒരു ടീമും കൂടിയാണ് കാസർഗോഡ്. ഇപ്രാവശ്യവും ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സ് ഉണ്ടാവും. കപ്പടിക്കും തന്നെയാണ് വിശ്വാസം. എല്ലാ ജില്ലകളിലുള്ള ആളുകളുണ്ട്, കാത്തിരിക്കുകയാണ് ഇവിടെയുള്ള ഫുട്ബോൾ ആരാധകർ. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഫുട്ബോളിൻ്റെ വലിയ ആവേശത്തിലേക്ക് അമരാൻ പോവുകയാണ് പ്രവാസ ലോകം. ദുബായിൽ നിന്നും അരുൺ പാറാട്ട്, 24. ആടുജീവിതം സിനിമയുടെ വിജയാഘോഷം ദുബായിൽ നടന്നു. ദുബായിലെ മുൻനിര സർക്കാർ സേവനദാതാക്കളായ ECH ഡിജിറ്റൽ ആസ്ഥാനത്ത് സംവിധായകൻ ബ്ലസി, ഗായകൻ ജിതിൻ രാജ്, നടൻ KR ഗോകുൽ, നിർമ്മാതാവ് തോമസ് തിരുവല്ല, ECH ഡിജിറ്റൽ CEO ഇക്ബാൽ മാർക്കോണി എന്നിവർ പങ്കെടുത്തു. ആടുജീവിതം സിനിമയ്ക്ക് പ്രവാസലോകം നൽകിയ സ്വീകരണത്തിനും സ്നേഹത്തിനും സംവിധായകൻ ബ്ലസി നന്ദി പറഞ്ഞു. കുവൈറ്റിൽ നിന്ന് റിയാദിലേക്കുള്ള നിർദ്ദിഷ്ട റെയിൽവേ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉടൻ ആരംഭിക്കും. പദ്ധതിയുടെ പഠനം വേഗത്തിൽ പൂർത്തിയാക്കാൻ വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുള്ള അൽ ജൗഹാൻ പൊതുമരാമത്ത് മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടു. പഠന റിപ്പോർട്ടിന്റെ 80% ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട്. പദ്ധതി ആരംഭിക്കുന്നതിന് ആവശ്യമായ നടപടികൾ മെയ് 16 മുമ്പ് പൂർത്തിയാക്കാനാണ് ഇരു രാജ്യങ്ങളുടെയും തീരുമാനം. UAE ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവാസി സംഘടന ഓർമ്മ. വെള്ളക്കെട്ടിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ, കുടിവെള്ളം, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവ ഓർമ്മ വോളണ്ടിയേഴ്സ് എത്തിച്ചു നൽകുന്നു. ദുരിതബാധിതരെ സഹായിക്കാനായി ഹെൽപ്പ് ഡെസ്കിനും സംഘടന രൂപം നൽകിയിട്ടുണ്ട്. ജിദ്ദയിൽ IT7 FC സംഘടിപ്പിക്കുന്ന 2ാമത് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഈ മാസം 25-26 തീയതികളിൽ നടക്കും. ഖാലിദ് ബിൻ വലീദ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റിൽ ജിദ്ദയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള 10 പ്രമുഖ ടീമുകൾ മാറ്റുരയ്ക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ആദ്യ റൗണ്ട് മത്സരങ്ങൾ വ്യാഴാഴ്ചയും ക്വാർട്ടർ, സെമി ഫൈനൽ, ഫൈനൽ മത്സരങ്ങൾ വെള്ളിയാഴ്ചയും നടക്കും. വ്യാഴാഴ്ച രാത്രി 10:30-ക്കും വെള്ളിയാഴ്ച വൈകിട്ട് 5:30-ക്കും മത്സരങ്ങൾ ആരംഭിക്കും. നാസർ കുഞ്ഞിമംഗലം, അബ്ദുൽ നാസിർ കിഴക്കേ തലയ്ക്കൽ, സത്താർ പരിയാരത്ത്, കബീർ കാരി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കുവൈറ്റിൽ റെസിഡൻസി നിയമലംഘകരായ പ്രവാസികൾക്ക് രാജ്യം വിടുന്നതിനോ അവരുടെ പദവിയിൽ മാറ്റം വരുത്തുന്നതിനോ ഉള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനുള്ള ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു. ഗവർണറേറ്റുകളിലെ റെസിഡൻസി അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റുകളിലെത്തി രേഖകൾ നിയമവിധേയമാക്കാം. രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നവർ പാസ്പോർട്ടോ യാത്രാരേഖകളുമായോ മുബാറക് അൽ കബീർ, ഫർവാനിയ ഗവർണറേറ്റുകളിലെ റെസിഡൻസി അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ രജിസ്റ്റർ ചെയ്യണമെന്നും അധികൃതർ അറിയിച്ചു. ദുബായിലെ പ്രധാന റെസിഡൻഷ്യൽ ഏരിയകളിലൊന്നായ മുഹൈസിന 4-ലെ മലയാളികളുടെ കൂട്ടായ്മയായ ലുലു വില്ലേജ് കമ്മ്യൂണിറ്റിയുടെ ലോഗോ പ്രകാശനം ചെയ്തു. രക്ഷാധികാരികളായ ഷിജി മാത്യുവും സലീമും ചേർന്നാണ് പ്രകാശനം ചെയ്തത്. പ്രസിഡന്റ് ഡോക്ടർ രകേഷ് അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരികളായ ബഷീർ തിക്കോടി, ഏലിയാസ്, അരുൺ പാറാട്ട്, സാദിഖ് കാവിൽ, സെക്രട്ടറി ഫിറോസ് ഖാൻ, ട്രഷറർ ഡോക്ടർ സഫ്വാൻ സുലൈമാൻ കാവിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ഗൾഫ് ഫോക്കസിലേക്ക് വീണ്ടും. പത്തനംതിട്ട മെഴുവേലിയിൽ മരിച്ചയാളുടെ പേരിൽ കള്ളവോട്ട് ചെയ്ത സംഭവത്തിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. ബൂത്ത് ലെവൽ ഓഫീസർ അമ്പിളിയെയാണ് ഇലവുംതിട്ട പോലീസ് അറസ്റ്റ് ചെയ്തത്. അമ്പിളിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. 4 വർഷം മുമ്പ് മരിച്ച മെഴുവേലി സ്വദേശി അന്നമ്മയുടെ പേരിൽ കള്ളവോട്ട് ചെയ്തുവെന്നാണ് കേസ്. കാസർഗോഡ് ചീമേനിയിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കള്ളവോട്ടിന് കൂട്ടുനിൽക്കുന്നതായി പരാതി. 5 ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് യുവാവിന്റെ പരാതി. ഫീൽഡ് ഓഫീസർ M പ്രദീപന്റെ ഇരട്ട വോട്ടിനെ കുറിച്ച് സംസാരിക്കുന്ന ഓഡിയോ സഹിതമാണ് ചീമേനി ചെമ്പ്രക്കാനത്തെ MV ശില്പരാജ് കളക്ടർക്ക് പരാതി നൽകിയത്. സംഭവത്തിൽ കളക്ടർ അന്വേഷണം ആരംഭിച്ചു. ഇത് കാണാണ്ടായോണ്ടാ പുതിയത് രജിസ്റ്റർ ചെയ്തത്. ഇല്ല എൻ്റെ കയ്യിലില്ല. ആധാർ വെച്ച് ചെയ്യാം, ആധാർ വെച്ചിട്ട് പിന്നെ ഇത് ചെയ്യാം. പുതിയ ഐ ഡി കാർഡ് ആവൂല, പിന്നെ അത് ഈ പുതിയ വോട്ടായിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ടത്. അതാണ് ഇങ്ങനെ വന്ന് ഡ്യൂപ്ലിക്കേറ്റിന് 8 കൊടുക്കണം. ഇത് ഫോറം 6 കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇത് വന്നത്. അത് നമ്മയും കണ്ടുപിടിച്ചിട്ടാ അത്. ഇത് നമുക്കിത് വീട്ടിലങ്ങനായിരിക്കും. ഇപ്പോൾ ഇവിടെ ഇന്നലെ വന്നിട്ട് ജയറാമത്താ ചിരിക്കാനോട് പറഞ്ഞു ഇത് സംഭവം ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ലപ്പാ, അവിടെ ഇന്ന് ചെയ്തു വിട്ടത്. നമ്മത് ഇത്ര ഈസാക്കുന്നത് ഇത്. പക്ഷേ അവിടെ നിന്ന് വിളി വരുമ്പോൾ നമുക്ക് പേടിയായി. നമുക്ക് പ്രശ്നമാണിത്. ഇനി എന്താ റിപ്പോർട്ട് ചെയ്തിട്ടായിരിക്കും.
അങ്ങനെ 3-4 കേസുണ്ട്. കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി G കൃഷ്ണകുമാറിനെ ആക്രമിച്ച കേസിൽ BJP പ്രവർത്തകൻ അറസ്റ്റിൽ. മുളവന സ്വദേശി സനലാണ് അറസ്റ്റിലായത്. കൃഷ്ണകുമാറിനെ സ്വീകരിക്കാനെത്തിയപ്പോൾ അബദ്ധത്തിൽ താക്കോൽ കണ്ണിൽ കൊണ്ടതാണെന്നാണ് സനലിന്റെ മൊഴി. CPIM-നെതിരെ പ്രസംഗിച്ചതിന് ബോധപൂർവം ആക്രമിച്ചെന്നായിരുന്നു സ്ഥാനാർത്ഥിയുടെ പരാതി. ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചെന്ന കുറ്റമാണ് പോലീസ് സനലിനെതിരെ ചുമത്തിയത്. സനലിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. ആലുവ ചെങ്ങമനാട് മരം വീണ് 10 വയസ്സുകാരന് ദാരുണാന്ത്യം. അമ്പാട്ട് വീട്ടിൽ നൌഷാദിന്റെ മകൻ മുഹമ്മദ് ഇർഫാനാണ് മരിച്ചത്. വീടിനടുത്തുള്ള ഗ്രൗണ്ടിൽ കളിക്കാൻ പോകുന്നതിനിടെയായിരുന്നു അപകടം. കോട്ടയം നെടുങ്കുന്നം മാണികുളത്ത് മിന്നലേറ്റ് പെയിന്റിംഗ് തൊഴിലാളി മരിച്ചു. കാഞ്ഞിരപ്പാറ സ്വദേശി മണിക്കുട്ടനാണ് മരിച്ചത്. പരിക്കേറ്റ മാന്തുരുത്തി സ്വദേശി സുനീഷിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വേനൽ മഴയിൽ പത്തനംതിട്ട അട്ടത്തോട് പട്ടികവർഗ കോളനിയിലെ 16 വീടുകൾ ഭാഗികമായി തകർന്നു. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ സമ്പത്തിന്റെ പ്രധാന അവകാശികൾ മുസ്ലിങ്ങളാകുമെന്ന പരാമർശം വിവാദമായതിന് പിന്നാലെ മുസ്ലിങ്ങൾക്കായുള്ള ക്ഷേമ പദ്ധതികൾ എടുത്തു പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. BJP സർക്കാർ മുസ്ലിം ക്ഷേമം ഉറപ്പാക്കിയെന്ന് അവകാശപ്പെട്ടാണ് ഉത്തർപ്രദേശിലെ അലിഗഡിൽ ഇന്ന് പ്രസംഗിച്ചത്. കോൺഗ്രസ് ജനങ്ങളുടെ സ്വത്തിൽ കണ്ണുവെക്കുകയാണെന്ന ആരോപണം ആവർത്തിച്ചപ്പോൾ മുസ്ലിം പരാമർശം ഒഴിവാക്കുകയും ചെയ്തു. രാജസ്ഥാനിലെ ബൻസ്വാരയിൽ BJP സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിക്കിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിവാദ പരാമർശങ്ങൾ. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ സമ്പത്ത് നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികളെ പ്രസവിക്കുന്നവർക്കും നൽകും. രാജ്യത്തിന്റെ സ്വത്ത് മുസ്ലിംകൾക്ക് വീതിച്ചു നൽകണമെന്നാണ് കോൺഗ്രസ് നിലപാടെന്നും നരേന്ദ്രമോദിയുടെ പ്രസംഗം. और पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है. इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे? जिनके ज्यादा बच्चे हैं उनको बांटेंगे. പരാമർശം വിവാദമായതോടെ ഇന്ന് അലിഗഡിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ മുസ്ലിം വിഭാഗത്തിന്റെ ക്ഷേമത്തിന് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നും ചെയ്തില്ലെന്ന് വിമർശനം. മുത്തലാഖ് നിയമവും ഹജ്ജ് കോട്ട വർദ്ധിപ്പിച്ചതും BJP സർക്കാരിന്റെ നേട്ടമായി അവതരിപ്പിച്ചു. अब मोदी ने 3 तलाक के खिलाफ कानून बनाकर उनका जीवन भी सुरक्षित किया है कि हमारे भारत के मुसलमान भाई बहनों के लिए हज का कोटा बढ़ाएं. कांग्रेस सपा जैसी भ्रष्ट पार्टियों ने आपके परेशानियों को उनकी कभी परवाह नहीं की. അമ്മമാരുടെയും സഹോദരന്മാരുടെയും മംഗല്യസൂത്രത്തിൽ വരെ കോൺഗ്രസ് കണ്ണുവെക്കുകയാണെന്ന് ആവർത്തിച്ച പ്രധാനമന്ത്രി ഇത്തവണ മുസ്ലിം പരാമർശം ഒഴിവാക്കാൻ ശ്രദ്ധിച്ചു. 24 ഡൽഹി. രാജസ്ഥാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിവാദ പ്രസംഗത്തിൽ വ്യാപക പ്രതിഷേധം. ആദ്യഘട്ട വോട്ടെടുപ്പിന് ശേഷം നിരാശനായ നരേന്ദ്രമോദി വിദ്വേഷം പ്രചരിപ്പിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കോൺഗ്രസ് ഉൾപ്പെടെ വിവിധ കക്ഷികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. വിവാദത്തിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. പ്രധാനമന്ത്രിയെ ന്യായീകരിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്തെത്തി. രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ നരേന്ദ്രമോദി ഉപയോഗിച്ച വാക്കുകൾ പ്രധാനമന്ത്രിയുടെ പദവിക്ക് യോജിച്ചതല്ലെന്നാണ് വിമർശനം. ജനശ്രദ്ധ തിരിക്കാൻ പ്രധാനമന്ത്രി നുണ പറയുകയാണെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിയും ഇത്ര തരം താഴ്ന്നിട്ടില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ കുറ്റപ്പെടുത്തി. വോട്ടിനു വേണ്ടി മോദി വിദ്വേഷം പ്രചരിപ്പിക്കുകയാണെന്ന് KC വേണുഗോപാൽ. ഹേറ്റ് സ്പീച്ചിന്റെ ചരിത്രത്തിൽ, വിദ്വേഷ പ്രസംഗത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഭീകരമായ വിദ്വേഷ പ്രസംഗം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തുമ്പോൾ അതിനെതിരെ ഇലക്ഷൻ കമ്മീഷൻ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത്? ആദ്യഘട്ട വോട്ടെടുപ്പിന് ശേഷം പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രചാരണം കൂടുതലായെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് കുറ്റപ്പെടുത്തി. He is becoming desperate after the first round of polling. He must have got his intelligence reports what has happened. So now BJP is falling back on its stock in trade, as is called. This is its regular business of trying to create polarization. കോൺഗ്രസിനെ കൂടാതെ CPIML, INL തുടങ്ങിയ കക്ഷികളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. രാജസ്ഥാൻ പോലീസിലും പരാതി നൽകാനാണ് CPIM തീരുമാനം. അതേസമയം പ്രധാനമന്ത്രി പറഞ്ഞതിൽ എന്താണ് തെറ്റെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചോദിച്ചു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞ കാര്യങ്ങളെയാണ് നരേന്ദ്രമോദി ചോദ്യം ചെയ്തതെന്ന് അമിത്ഷാ. आपके घोषणा पत्र में सर्वे की बात है या नहीं है? राहुल बाबा देश के नाम में स्पष्ट करे. और मनमोहन सिंह, आपके प्रधानमंत्री ने कहा था संसाधन पर पहला अधिकार माइनॉरिटी का है. വിവാദത്തിൽ മൗനം തുടരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് 24. കൂടുതൽ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ.
വോട്ടെടുപ്പ് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കും മുമ്പേ ലോക്സഭയിൽ അക്കൗണ്ട് തുറന്ന BJP. സൂറത്ത് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളുകയും 7 സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിക്കുകയും ചെയ്തതോടെയാണ് ദലാൽ വിജയിച്ചത്. രണ്ടാം ഘട്ട പ്രചാരണം അവസാനിക്കാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ദേശീയ നേതാക്കളെല്ലാം തിരക്കിലാണ്. ഗുജറാത്തിലെ സൂറത്തിൽ അസാധാരണമായ വിജയമാണ് BJP സ്ഥാനാർത്ഥി മുകേഷ് ദലാലിന്റേത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നീലേഷ് കുഭാനിയുടെ നാമനിർദ്ദേശ പത്രിക പിന്താങ്ങിയ 3 പേരും ഒപ്പ് തങ്ങളുടേതല്ലെന്ന് പറഞ്ഞതോടെ പത്രിക തള്ളി. 7 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. ഇതോടെ BJP സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ എതിരില്ലാതെ ലോക്സഭയിലേക്ക്. ജയത്തിനു വേണ്ടി BJP ഏതു വഴിയും സ്വീകരിക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം. एक साथ 4 प्रस्तावक कांग्रेस कैंडिडेट के खड़े होकर बोलते हैं कि ये हस्ताक्षर हमारे नहीं है. चुनाव के एक दिन पहले ये कहा जाता है. उसके बाद कुछ समय तक जो कैंडिडेट है सूरत से वो भी लापता होते हैं, मिलते नहीं हैं. രണ്ടാം ഘട്ട പ്രചാരണം അവസാന ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ രാമക്ഷേത്രം പ്രധാന പ്രചാരണ വിഷയമാക്കുകയാണ് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ. कांग्रेस पार्टी सदा सदा राम विरोधी रही और कांग्रेस पार्टी सनातन विरोधी. जब आपने कोर्ट में एफिडेविट दिया कि राम काल्पनिक है, പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിൽ ഉറച്ചുനിന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രചാരണം. आप सब लोग मिलके इस बार हमारे जो कांग्रेस का पंजा है हाथ कई के मता कोट्टू देश उड़सी, कई के मता कोट्टू संविधान उड़सी, कई के मता कोट्टू ದೇಶದ ಪ್ರಜಾಪ್ರಭುತ್ವ ಉಳಿಸಿ. അനാരോഗ്യത്തെ തുടർന്ന് രാഹുൽ ഗാന്ധി ഇന്ന് പ്രചാരണ റാലികളിൽ പങ്കെടുത്തില്ല. ഇന്ത്യ സഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ തൃണമൂൽ കോൺഗ്രസ് പൂർണ്ണ പിന്തുണ നൽകും. എന്നാൽ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് BJPയോട് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു. 24 ഡൽഹി. സംസ്ഥാനത്ത് പരസ്യ പ്രചാരണം അവസാനിക്കാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ആരോപണ പ്രത്യാരോപണങ്ങളുടെ കുത്തൊഴുക്ക്. വർഗീയ പരാമർശം നടത്തിയെന്നാരോപിച്ച് വയനാട്ടിലെ NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. സുരേഷ് ഗോപിയുടെ ചിത്രത്തിനൊപ്പം LDF മുൻ MP ഇന്നസെന്റിന്റെ ചിത്രം പതിച്ചതിൽ വിവാദം. സംസ്ഥാനത്ത് ചില മണ്ഡലങ്ങളിൽ കടുത്ത മത്സരമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിന്റെ പരിഗണന മുസ്ലിങ്ങളോട് മാത്രമാണെന്ന വയനാട്ടിലെ NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രന്റെ പരാമർശത്തിനെതിരെയാണ് രാഷ്ട്രീയ യുവജനതാദൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. വർഗീയതയുടെ പരിപ്പ് വയനാടൻ ചട്ടിയിൽ വേവില്ലെന്ന് T. സിദ്ദിഖ് MLA പറഞ്ഞു. തൃശൂരിൽ ഫ്ലെക്സ് ബോർഡ് വിവാദമാണ് കത്തിപ്പടരുന്നത്. LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ചു. ഇന്നസെന്റിനൊപ്പമുള്ള സുരേഷ് ഗോപിയുടെ ഫ്ലക്സ് BJP നീക്കം ചെയ്തു. അനുമതിയില്ലാതെ LDF MPയുടെ ചിത്രം ഫ്ലെക്സിൽ ഉപയോഗിച്ചതിൽ CPIM കളക്ടർക്ക് പരാതി നൽകിയതിന് പിന്നാലെയാണ് നീക്കം. ഇന്നും പൗരത്വ ഭേദഗതി ഉയർത്തിയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്തൊരു യാത്ര നടത്തുന്നു. ഈ ഘട്ടത്തിൽ ആ യാത്രയിൽ ലോകത്തും രാജ്യത്തുമുള്ള എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹം പ്രതികരിക്കുന്നു. പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് പ്രതികരണമില്ല. അപ്പോഴില്ല. വയനാട്ടിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വരുമ്പോൾ അവിടെ നിന്നെങ്കിലും പ്രതികരിക്കുമെന്ന് വിചാരിച്ചു. അവിടെയുമില്ല. എന്താണ് അങ്ങനെ വരാൻ കാരണം? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ 20 സീറ്റും നേടുമെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് പ്രസംഗത്തിനിടെ ചിലയിടങ്ങളിൽ കനത്ത മത്സരമെന്ന് തിരുത്തി. 4-5 സീറ്റിൽ ഞങ്ങൾ അങ്ങനെ എല്ലാ സീറ്റിലും ഈസി വാക്കോറാണെന്ന് പറഞ്ഞു. 4-5 സീറ്റിൽ നല്ല മത്സരം നടക്കുന്നുണ്ട്. പക്ഷെ അവിടെയെല്ലാം ഞങ്ങൾക്ക് നല്ല എഡ്ജ് ഉണ്ട്. ആലത്തൂരിലെ ഇടത് സ്ഥാനാർത്ഥി K. രാധാകൃഷ്ണന് പാലക്കാട് വിമത കോൺഗ്രസ് നേതാവ് AV ഗോപിനാഥ് പിന്തുണ പ്രഖ്യാപിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാകുന്നുള്ളത് ഉറപ്പാണ്. രാധാകൃഷ്ണൻ ജയിച്ചു. ചാവക്കാട് രാഹുൽ ഗാന്ധിയുടെ റാലി ഒഴിവാക്കിയതിന് കാരണം മുസ്ലിം ലീഗിന്റെ കൊടി ഒഴിവാക്കാൻ കഴിയാത്തതാണെന്ന് VS സുനിൽകുമാറിന്റെ പ്രതികരണം. തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ LDF സ്ഥാനാർത്ഥിയെ നിർത്തരുതെന്ന് നടൻ പ്രകാശ് രാജ് പറഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.